പെരുമഴയിൽ തലശ്ശേരിയിൽ വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും. കനത്ത പെയ്ത ആദ്യ മഴയിൽ തന്നെ നഗരത്തിലെ 3 വാർഡുകളിൽ വെള്ളക്കെട്ടും നാശനഷ്ടങ്ങളും സംഭവിച്ചു. കുയ്യാലി, കായത്ത്, ചേറ്റംകുന്ന്, 48, 49, 50 വാർഡുകളിലാണ് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടായത്. ഇവിടങ്ങളിലെ 4 വീടുകളിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് 4 കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് മാറി. പരിസരത്തെ 6 കടകൾ വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടു. ചേറ്റംകുന്നിലെ സലീമിന്റെ പുറാങ്കണ്ടി വീട്ടിന്റെ മതിലിടിഞ്ഞു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഗുഡ് ഷെഡ് റോഡും കുയ്യാലി റോഡും പൊടുന്നനെയാണ് വെള്ളത്തിൽ മുങ്ങിയത്. തിങ്കളാഴ്ച രാത്രിയിൽ റോഡിൽ കെട്ടിനിന്ന വെള്ളം ചൊവ്വാഴ്ച ഉച്ചവരെയും ഇറങ്ങിയില്ല. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും താറുമാറായി. ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചില ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തിയതാണ് ഗുഡ് ഷെഡ് റോഡിലെ വെള്ളക്കയറ്റത്തിന് കാരണമായതെന്ന് തലശ്ശേരി നഗരസഭ വാർഡ് കൗൺസിലർ COT ഷബീർ പറഞ്ഞു. തലശ്ശേരിയിൽ ആദ്യമായിട്ടാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെള്ളം കയറുന്നത്. അവിടെ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായി പാർക്കിങ്ങിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി അവിടെ വ്യാപകമായി മണ്ണിട്ട് നികത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെള്ളം കയറുന്ന ഒരവസ്ഥ ജനങ്ങൾക്ക് 3ഓളം വീടുകളിൽ വെള്ളം കയറുകയും അവിടെ റെയിൽവേയിലേക്ക് വരുന്ന ആളുകളുടെ അടുത്ത് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്നലെ മുതൽ അനുഭവപ്പെട്ടു. നമ്മൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നുള്ള എഞ്ചിനീയേഴ്സ് അടക്കം വന്നു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇപ്പോൾ JCB വെച്ച് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ശമനമായെങ്കിലും ഇനി ഒരു പരിഹാരം എന്ന രീതിയിൽ അവിടെ ഒരു ഡ്രെയിനേജ് അടക്കം സ്ഥാപിച്ചു തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ചർച്ച അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.